ഒരു ചെറിയൊരു ആഗ്രഹം കൂടി ഉണ്ട്. അപ്പൊ അത് വാങ്ങാൻ വേണ്ടി പോവാണ് അല്ലേ? അതായിട്ടുള്ള ഒരു ആഗ്രഹമാണ് വാങ്ങാന്നുള്ളത്. അപ്പൊ യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസ അത് വാങ്ങാം. അപ്പൊ കുറച്ചു കാലം ഞങ്ങൾ അതിനെ പറ്റി മൈൻഡ് ചെയ്തിട്ടില്ലേന്. എന്തായാലും വിധിച്ചത് തട്ടിയാ പോലെ ആ വണ്ടി വിളിച്ചെങ്കിലും ബാക്കിൽ വരും എന്ന് പറഞ്ഞ മാതിരി ചാനൽ റെഡിയായി. കൺസ്ട്രക്ഷന്റെ ഒരു ചാനലുണ്ട് ഞാൻ നടത്തുന്നത്. അതിൽ നിന്നാണ് നമുക്ക് പൈസ കിട്ടിയത്. അപ്പൊ ചങ്ങായിമാരെ നമ്മളിതാ ഇട്ട കുപ്പായം മാറിയിട്ടില്ല. ഞങ്ങൾ ബ്രോസ്റ്റ് തിന്നാൻ പോട്ടാ. അപ്പൊ എന്താ സംഭവിച്ചാല് ബുദ്ധൂസും ബ്രോസ്റ്റും തിന്നാൻ കേട്ടോ പോണ്ട്. ബുദ്ധൂസല്ലേ മോളെ? ബുദ്ധൂസും ബ്രോസ്റ്റും അല്ലേ? ആണോ അല്ലേ? ആ എത്തണി ഇനിയും പ്രശ്നം തിന്നിട്ടില്ല. എന്ത് പ്രശ്നമോ? എനിക്ക് എത്ര ബ്രോസ്റ്റ് ഒന്നും? എനിക്ക് 2 ബ്രോസ്റ്റ് ഞാൻ എവിടെ തരുള്ളൂ. ഒരു 3 ബ്രോസ്റ്റ് എടുക്കും മോളെ. ഇതെത്ര തന്നു? ബെർബാക്കിൽ എത്ര തന്നു? ഇതെവിടുന്ന? അപ്പൊ ഞങ്ങളിതാ ബ്രോസ്റ്റ് തിന്നാൻ പോവാണ്. അതിന്റെ ഇടയിൽ കൂടി എന്റെ ഫോണ് എന്തോ ആയി. അതിന്റെ ഇടയിൽ എന്തൊക്കെയോ വർക്കില്ല. അപ്പൊ ഞങ്ങള് ബ്രോസ്റ്റ് തിന്നാൻ പോവാണ്. അൽബൈക്ക് കണ്ടപ്പോണ്ട് ഞങ്ങള് അപ്പൊ ഞങ്ങള് പിന്നെ എത്ര കിട്ടിയെന്നുള്ളതൊക്കെ പറയണ്ടേ. ഒന്നിനൊരു സമാധാനം കിട്ടണില്ല. ഇതൊക്കെ ഈ ഒരു ജന്തുപ്പൊടി ഉണ്ടല്ലോ, ഈ ഒരു ജന്തുപ്പൊടി ഒരു സുഖം തന്നില്ല. പെട്ടെന്ന് പോകണം, പെട്ടെന്ന് അർജന്റായിട്ട് ഞങ്ങൾക്ക് ബ്രോസ്റ്റ് കടിക്ക് എത്തണം. എനിക്ക് അത്ര അർജന്റ് ഇല്ലല്ലോ. ഷിയക്കും അർജന്റ് ഉണ്ട്. പെട്ടെന്ന് പോകണം, പെട്ടെന്ന് എടുക്കും. ആംബുലൻസ് എടുക്കും പെട്ടെന്ന്. അപ്പൊ ഞങ്ങൾ മമ്പർ റോട്ടിക്ക് തിരിഞ്ഞോട്ട് ഞങ്ങളെ തൊട്ടടുത്ത് തന്നെ 1 കിലോമീറ്റർ പോകണ്ട, 1/2 കിലോമീറ്റർ പോകണ്ട, തൊട്ടടുത്ത് തന്നെ ഉണ്ട് അൽബൈക്ക്. അൽബൈക്ക് നടന്നു പോകണേ നടന്നു പോവാം. അവിടെ നിന്ന് കടന്നാൽ മതി. അപ്പോ അവിടേക്കാണ് പോകണ്ടേട്ടാ. ഇനി അവിടെ എത്തിയിട്ട് ബാക്കി വരാം. പൊട്ടിയത് ഞാൻ പൊട്ടിയത് ആംബുലൻസ് വരുന്നുണ്ട്. ഹൈവേന്റെ ഒപ്പാണ് കേട്ടോ. എന്തെങ്കിലും ഒരു വാക്ക്, 2 വാക്കോ? തറ പറ. അപ്പൊ നമ്മള് ഇവിടെ എത്തി. ഇതിന്റെ നേരെ അപ്പുറത്താണ് നമ്മളെ പേരുണ്ട്. അതൊക്കെ ആ കെട്ട് അതിന്റെ നേരെ അപ്പുറത്ത് തന്നെയാണ് 2 അടി വെക്കാനുള്ളൂ. നമ്മൾ റോഡ് വഴിയാണ് വരുന്നത്. അതുകൊണ്ട് നിന്നും ഒരു 3 അടി വെക്കല. അപ്പൊ അതൊക്കെ റോസ്റ്റ് ആളുകൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് 15 റോസ്റ്റ്. ഒന്ന് തിന്നും, രണ്ടാമത്തെ ഇടങ്ങാറായി തിന്നും. അതാണ് ഇവിടെ സ്ഥിരം ഉണ്ടാവില്ല. നമുക്കറിയില്ല. ഇത് 1 തിന്നും, രണ്ടാമത്തെ ഇടങ്ങാറാകാതെ തിന്നില്ല, ഇടങ്ങാറായും തിന്നില്ല. അതാണ്. പക്ഷെ ഞാന് ചിലപ്പോ അത്ര വേണം. എന്തായാലും ഉമ്മൻ്റെ ഞങ്ങളെ പെട്ട ഉമ്മയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഇത്ര ആൾക്കാരെ പെരിയിലുണ്ട്. ഇവളും ഞാനും ഈ 2 ആളും ഉമ്മ. ഞങ്ങൾ ഇത്ര ഉള്ള പെരിയിൽ ഇത്ര ആൾക്കാരുള്ളത്. അപ്പം എന്തായാലും ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പോരുന്നുണ്ട്. ഓക്കെ. അപ്പം അതാ നല്ല മഴ പെയ്തിട്ടോ. നല്ല മഴ പെയ്തിട്ട് തണുപ്പത്തി ഉണ്ട്. ഇവിടെ 100 പേരുടെ കിട്ടലേ. ഇവിടെ തണുത്താൽ കിട്ടലേ. ഇവിടെ ചൂട് കിട്ടില്ല. ഇവിടെ ഫ്രിഡ്ജിലൊക്കെ ഉണ്ടാക്കുന്ന പ്രോസസ്. ഇവിടെ ബ്രോസ്റ്റ് കിട്ടാതെ ഇപ്പൊ ഗാനമേളൊക്കെ തുടങ്ങിയാണ്. ഇവിടെ നമ്മളെ ഉമ്മ ഉണ്ട് കേട്ടോ. ഉമ്മാനെ കാണിച്ചിട്ടില്ല. വലിയ വോയിസ് ഓവറുണ്ട് കേട്ടാ. നല്ല മഴ കേട്ടാ. അടിപൊളി വൈബ്. ഷിയ തിന്നിട്ടില്ലേ ചിക്കന് റോസ്റ്റ്? ചൂടുണ്ടാ?
ആയതുകൊണ്ട് രസമല്ലേ? അടിപൊളി നന്നായി. ഇതിന്റെ ബ്രോസ്റ്റ് കിട്ടിയ പണി ചൂടുണ്ടാ? എങ്ങനെ ചൂടുള്ളൂ തണുപ്പും കൂടി ആക്കാം. ഇതെന്താ? മുഖം നോക്കി അല്ല നിങ്ങൾ അങ്ങനെ പോവല്ലേ? അതിന് പെരയുന്ന കുടിച്ചല്ലേ? അപ്പൊ നമ്മൾ ഇന്നലെ ബ്രോസ്റ്റ് ഒക്കെ തിന്ന് വന്ന് ഇപ്പോഴാണ് നമ്മൾ ഇന്ന് വൈകുന്നേരമാണ് ഫ്രീ ആയത്. അതായത് 2 കുടാപ്പികളൊക്കെ സ്കൂളിൽ പോയി വന്ന് ആൾക്കാർ പേടിച്ചു അങ്ങനെ കാണില്ല. ഉറക്കുന്നൊക്കെ ആയി. ഷിയക്കൊക്കെ ഉറക്കുന്നതാണ്. അപ്പോൾ ഉറക്കൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇന്നലെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളെ യൂട്യൂബ് വരുമാനത്തിന്റെ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ യൂട്യൂബ് വരുമാനം കിട്ടിയത് എന്ന് പറഞ്ഞാൽ നമ്മളെ മലപ്പുറം ടെക് ട്രാവൽ എന്ന് പറഞ്ഞിട്ട് ഒരു കൺസ്ട്രക്ഷന്റെ ഒരു ചാനലുണ്ട്. അതായത് നമ്മളെ NH66 കൺസ്ട്രക്ഷന്റെ ഒരു ചാനലുണ്ട് ഞാൻ നടത്തുന്നത്. അതിൽ നിന്നാണ് നമുക്ക് പൈസ കിട്ടിയത്. അപ്പൊ അപ്പൊ അത് കുറെ എത്ര മാസം സെപ്റ്റംബറിൽ അത് കേറി പൈസ 5 ദിവസത്തിന്റെ ഉള്ളിൽ ബാങ്കിലേക്ക് വരും എന്ന് പറഞ്ഞിരുന്നു. വരും എന്ന് പറഞ്ഞാല് പിന്നെ ഒരു അഡ്രസ്സും ഇല്ല. ബാങ്കിൽ പോയിട്ട് അങ്ങനെ കുറെ ഉണ്ട്. പറയണമെന്നുണ്ട് വേറെ തന്നെ സ്റ്റോറി പറയേണ്ടി വരും. അപ്പൊ ഇതിൽ ഉൾപ്പെടുത്തിയാലും നിങ്ങൾക്ക് പണിയാവും. അപ്പൊ അത് പറയണില്ല. എന്തായാലും നമ്മൾ വേറെ ഒരാളെ കണ്ട് പിന്നെ അത് ചാനൽ ഇപ്പൊ റെഡിയാക്കി. അപ്പൊ ഞങ്ങൾ അറിയണം ഉപയോഗിക്കാന്നൊക്കെ പറയും. ഉപയോഗിക്കൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിക്കണേ അതിന് വേണ്ടിയിട്ട്. എന്തായാലും ഇപ്പൊ ഈ പൈസ കിട്ടിയ ഉപയോഗിക്കാർക്ക് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയണേ. അതേമാതിരി നമ്മളെ ചങ്ങായി സുഹൈല് അല്ലെ, നമ്മൾ ആ ചാനലിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ് സുഹൈല്. പിന്നെ മുബഷീർ, നമ്മളെ ഓലൊക്കെ ശ്രമിച്ചിക്കണേ. ഓരൊക്കെ ശ്രമിച്ചിട്ട് മനസ്സിലായിട്ടില്ല. പിന്നെ വേറെ യൂട്യൂബ് കോർണർ പറഞ്ഞ മൂപ്പരാണ് ഞമ്മക്ക് അത് ശരിയാക്കി തന്നിട്ടാ. ഇതിന്റെ മുന്നേ ഞങ്ങള് പിന്നെ നമുക്ക് ഇപ്പൊ ഉപയോഗിക്കാറിഞ്ഞാൽ ഒരുപാട് ജോലി കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. പിന്നെ എപ്പോഴും എല്ലാരും ബുദ്ധിമുട്ടിക്കാറിഞ്ഞ ഒരു വലിയൊരു ഇതാണ്. അപ്പൊ ഞങ്ങള് മൈൻഡ് ചെയ്യാതെ അവിടെ ഇട്ടു. ഇപ്പൊ ഏകദേശം എന്റെ ഒരു 3 മാസത്തിന് തീരെ മൈൻഡ് ചെയ്തില്ല. അല്ല തീരെ മൈൻഡ് ചെയ്യാതെ മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ ഞങ്ങൾക്ക് വീണ്ടും തോന്നി അതൊന്ന് റെഡി ആക്കണം. ജൂൺ ഫസ്റ്റിലാണ് അത് റെഡിയാക്കാൻ കൊടുത്തത്. അപ്പൊ കുറച്ചു കാലം ഞങ്ങൾ അതിനെ പറ്റി മൈൻഡ് ചെയ്തിട്ട് ചെയ്യണേ. എന്തായാലും വിധിച്ചത് തട്ടിയാ പോലെ വണ്ടി വിളിച്ചെങ്കിലും ബാക്കിൽ വരും എന്ന് പറഞ്ഞ മാതിരി ചാനൽ റെഡിയായി. അതിന് ഇപ്പൊ ഞാൻ വീഡിയോ അതിലിട്ടുണ്ട്. അപ്പൊ ആക്കിയാലും താല്പര്യം ഉണ്ടെങ്കിൽ മലപ്പുറം ടെക് ട്രാവൽ റോഡിന്റെ വർക്കാണ്, NH66 വർക്കാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ ചില പൊതുവായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ചെയ്യാൻ ഇനി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ മാക്സിമം ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഞങ്ങളെ രണ്ടും അപ്പൊ ഞങ്ങൾക്ക് ഏകദേശം ഒരു 15 രൂപയുടെ ലെവലിലൊക്കെ കിട്ടിയിട്ടുണ്ട്. 15ന്റെ ഇടയിലായിട്ടുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അൽഹംദുലില്ലാ വലിയ കിട്ടും അല്ലേ? കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മള് സാധാരണ രീതിയിൽ പോകുമ്പോൾ 15 രൂപ പറഞ്ഞാൽ ഞങ്ങൾക്ക് ചെറിയൊരു പൈസ അല്ല. അപ്പൊ എല്ലാവരും സപ്പോർട്ടോട് മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഓരോരുത്തരും അത് കണ്ടതുകൊണ്ടും അത് ലൈക്ക് അടിച്ചുകൊണ്ടും ഒക്കെ കിട്ടിയതാണ് ആ ഒരു പൈസ. അപ്പൊ വീണ്ടും നിങ്ങളെ എല്ലാവരും സഹകരിക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമ്മളെ ഈ ഒരു ഷിയാഷസ എന്ന ചാനൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടാ. അപ്പൊ ഈ കുരുന്നുകള് നടക്കുന്ന ഞങ്ങളെ ഈ ഒരു ടീം എന്തായാലും ഉണ്ടാവും. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് അതങ്ങനെയല്ല അങ്ങനെയല്ല വിളിച്ചല്ലേ. അപ്പൊ എന്തായാലും ഞങ്ങള് ഒരു ചെറിയൊരു ആഗ്രഹം കൂടി ഉണ്ട്. അപ്പൊ അത് വാങ്ങാൻ വേണ്ടി പോവാണ് അല്ലെ. അപ്പൊ പറയണ്ടല്ലോ, അഥവാ ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ നമുക്കത് എന്താ പറയാ പറ്റിയത് കിട്ടിയില്ല, ഒതുങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ കിട്ടിയാൽ ഞങ്ങൾ വീഡിയോ ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് ഒരു മൈക്ക് വാങ്ങണം. ഇപ്പൊ ഞങ്ങള് കുറച്ചൊരു ലെങ്ത് ആയിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. അപ്പൊ ചെറിയൊരു മൈക്ക്, പോക്കറ്റ് മൈക്ക് വാങ്ങിയാല് അത് നല്ല സൗണ്ട് ക്ലാരിറ്റി ഒക്കെ കിട്ടും എന്ന് എല്ലാവരും പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഒരു മൈക്ക് വാങ്ങാനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ അതിന്റെ പുറമെ വേറൊരു സാധനം കൂടി ഉണ്ട്. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ആഗ്രഹമല്ലേ, അതായിട്ടുള്ള ഒരു ആഗ്രഹമാണ് വാങ്ങാന്നുള്ളത്. അപ്പൊ യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസയിൽ നിന്ന് അത് വാങ്ങാം. അതായത് മാക്സിമം ഇതിന് തന്നെ അത് ഉപയോഗിച്ചിട്ട് ബ്രോസ്റ്റ് വാങ്ങിക്കണേ. അപ്പൊ യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം നല്ല വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സാധനം വാങ്ങാനാണ് പോകുന്നത്. അപ്പൊ അത് എത്രത്തോളം സംഭവം ആവും അതൊന്നും നമുക്ക് അറിയില്ല. ഞങ്ങൾ ശ്രമിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാം. എന്താ അടുത്ത പരിപാടി? വീഡിയോ നമ്മള് വൈൻഡപ്പ് ചെയ്യല്ലേ? ചെയ്യാം, വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഞങ്ങള് വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ? അപ്പൊ ചങ്ങായിമാരെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ബൈ ബൈ പറഞ്ഞാൽ എല്ലാവരും
ബൈ ബൈ